കാരണമാണ് അന്ന് അവസാനമായി ഡിസ്കഷനിൽ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കുട്ടികൾ നമ്മുടെ ഈ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസവും അതുതന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരു ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ രസകരമായിട്ടുള്ള കേക്ക് വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യമായി തന്നെ ശ്രദ്ധിക്കുന്നത് കേക്കിൻ്റെ വലുപ്പമോ അല്ലെങ്കിൽ കേക്കിൻ്റെ ഷേപ്പോ ഒന്നുമല്ല. അതിനപ്പുറത്തേക്ക് അതിന് പുറത്ത് ഉണ്ടാകുന്ന ക്രീം കൊണ്ട് ചില ഡിസൈനുകൾ, ചെറിയ ഏറ്റവും വില കുറഞ്ഞ ചെറീസ് കൊണ്ട് അതിന് മുകളിൽ കൊടുത്ത അലങ്കാരങ്ങളാണ് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കാറുള്ളത്. ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകളെ കൃത്യമായി ഷേപ്പ് ചെയ്ത് കൃത്യമായി പ്രയോഗിക്കേണ്ട സ്ഥലത്ത് പ്രയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കേഷനുകൾ, ആഡ് ഓൺ കോഴ്സുകൾ വളരെ പ്രധാനമായിട്ട് ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോഴും ആഡ് ഓൺ കോഴ്സുകൾ എവിടെ നിന്ന് ചെയ്യണം, ഇത് ഏത് സ്ഥലത്താണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്, ഇതിന് എവിടെയാണ് കറക്റ്റ് വെക്കപ്പെടേണ്ടത് എന്നുള്ളതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഈ ഡിസ്കഷനിൽ നിന്ന് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ആഡ് ഓൺ കോഴ്സുകൾ എങ്ങനെ ഉപയോഗിക്കണം, ഏതൊക്കെ രീതിയിൽ ആഡ് ഓൺ കോഴ്സുകൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഒരു സെഷൻ മുന്നോട്ട് പോകുന്നത്. സെഷനിൽ ഇടപെട്ടുകൊണ്ട് ബാക്കിയുള്ളവർ സംസാരിക്കും. ഈ ആഡ് ഓൺ കോഴ്സസ്, നോൺ കൺവെൻഷണൽ കോഴ്സസ് എന്ന അർത്ഥത്തിൽ നമ്മൾ കോഴ്സുകളെ കൊണ്ടുവരുമ്പോൾ 4 ഇയർ UG പ്രോഗ്രാംസ് ഇപ്പോൾ കേരളത്തിൽ പ്രയോഗിച്ചു. 4 വർഷമായിട്ടുള്ള പ്രോഗ്രാമുകളിൽ വ്യത്യസ്തമായിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാവുന്നു എന്നത് അതിൻ്റെ ഒരു ബ്യൂട്ടിയാണ്. അഥവാ കൺവെൻഷണൽ കോഴ്സുകൾ തന്നെ അതിൻ്റെ കണ്ടൻറ്റുകളെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അതിലെ ഓരോ കഷ്ണങ്ങളും, ഓരോ പേപ്പറുകൾ, നമുക്ക് 36 പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ ഓരോ പേപ്പറുകളും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് ചെയ്യാം. അങ്ങനെ ചെയ്തുകൊണ്ട് അത് നമ്മളുടെ ഗ്രാജുവേഷൻ്റെ കംപ്ലീഷന് വേണ്ടി ഉപയോഗിക്കാം എന്നാണ് വളരെ ചുരുക്കി നമുക്ക് 4 ഇയർ പ്രോഗ്രാംസ് പറയാൻ പറ്റുക. ശരിക്കും അതിൽ സംഭവിക്കുന്നത്, ഗ്രാജുവേഷൻ തരുന്നത് ആരാ? ഒന്നുകിൽ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ അവർ പറയുന്ന കോഴ്സുകൾ ഉണ്ടായിരിക്കും, അവർ പറയുന്ന പേപ്പറുകൾ ഉണ്ടായിരിക്കും. ആ പേപ്പറുകളുടെ കൂടെ ചില അഡീഷണൽ പേപ്പറുകൾ കൂടി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഈ ഗ്രാജുവേഷൻ്റെ കൂടെ വെക്കുന്ന ഈ ആഡ് ഓൺ കോഴ്സ് ഉണ്ടല്ലോ, ആ ആഡ് ഓൺ കോഴ്സിനനുസരിച്ച് ഗ്രാജുവേഷൻ്റെ ബ്യൂട്ടി കൂടും. എന്നാൽ 4 ഇയർ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്മൾ ചെയ്യുന്ന ഡിഗ്രിയുടെ മൊത്തം പേപ്പറുകളിൽ എല്ലാം നമ്മളെ കോളേജിൽ നിന്ന് തന്നെ ചെയ്യേണ്ടതില്ല, നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ചെയ്യേണ്ടതില്ല. നമുക്ക് ഇത്തരം കോഴ്സുകൾ ചെറു കോഴ്സുകളായി, സർട്ടിഫിക്കറ്റ് കോഴ്സുകളായി പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസികളുണ്ട്. ആ ഏജൻസികളിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മോട് ഏറ്റവും മാച്ച് ചെയ്യുന്ന കോഴ്സുകളെ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഡിഗ്രിയുടെ ഭംഗി കൂട്ടാൻ പറ്റും. ഇങ്ങനെ ഒരു ചർച്ചയാണ് ശരിക്ക് 4 ഇയർ പ്രോഗ്രാമിൽ സംഭവിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണിപ്പോൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ഡിഗ്രി ചെയ്യുന്നതും അതല്ലാത്തൊരു ഡിഗ്രി കോഴ്സിൽ ഇടത്തു നിന്നൊരു ഡിഗ്രി ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ വ്യത്യാസം എന്ന് പറയുന്നത്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിൻ്റെ കൂടെ നമുക്ക് അവിടുത്തെ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് അധികം കോഴ്സുകൾ നമുക്ക് വേറെയും ചെയ്യാൻ പറ്റും. ഈ കോഴ്സുകൾ എക്സാമ്പിൾ ഒന്ന് ഞാൻ ഇങ്ങനെ പറയാം. ഫിസിക്സ് പഠിക്കുന്ന ഒരാൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് എങ്കിൽ അവിടെ ഭാഷയുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. അവിടുന്ന് അയാൾക്ക് ജർമ്മൻ പഠിക്കാം, അവിടുന്ന് അയാൾക്ക് ഫ്രഞ്ച് പഠിക്കാം, അവിടുന്ന് അയാൾക്ക് ലാറ്റിൻ പഠിക്കാം. ഇത്തരം കോഴ്സുകൾ ആഡ് ചെയ്യുമ്പോൾ ഇയാളുടെ ഓപ്പർച്യൂണിറ്റി കുറെ കൂടി കൂടുതൽ തുറക്കുകയാണല്ലോ. അങ്ങനെ യൂണിവേഴ്സിറ്റിയും കോളേജുകളും ഒക്കെ നമുക്ക് കൂടുതൽ അഡീഷണൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുവെങ്കിൽ ആ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെ നമ്മുടെ ഗ്രാജുവേഷൻ്റെ കൂടെ ചേർത്ത് വെക്കുമ്പോൾ നല്ല ബ്യൂട്ടി ഉണ്ടായിരിക്കും, നല്ല വാല്യൂ ഉണ്ടായിരിക്കും ആ സർട്ടിഫിക്കറ്റുകൾ.
ഇതോടൊപ്പം ചേർക്കാനുള്ളത് ജെഫ് ബെസോസിൻ്റെ ഒരു പ്രശസ്തമായ ഒരു വാക്കുണ്ട്. ഇപ്പോഴത്തെ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം, ഇനിയുള്ള കാലത്ത് നമ്മൾ ഒരു കരിയറിനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ കരിയർ നമ്മൾ മുമ്പങ്ങനെയല്ല, ഒരാൾ ജനിച്ചത് മുതൽ മരിച്ചത് വരെ എന്നുള്ള ഒരു ലോങ് പീരീഡ് പറയുമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മളൊരു കരിയറിനെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു 5 ഇയർ എന്നുള്ള രീതിയിലാണ് കരിയറിനെ സെറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ പഠിച്ചു തുടങ്ങി ഒരു 5 വർഷം കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ആ ഒരു ജോലി അന്ന് ഉണ്ടാവണമെന്നില്ല. ആ ഒരു അർത്ഥത്തിൽ ഇവനിക്ക് എന്നും ജോലി നിലനിൽക്കണമെങ്കിൽ ഒരാൾ ഒരു കോഴ്സ് മാത്രം പഠിച്ചാൽ പോരാ, അല്ലെങ്കിൽ ഒരു കോഴ്സ് മാത്രം അവർക്ക് ഉണ്ടായാൽ പോരാ. മറിച്ച് അവർ സജസ്റ്റ് ചെയ്യുന്നത് ഒരു കുട്ടിക്ക് നിർബന്ധമായിട്ട് ഏത് കോഴ്സ് പഠിക്കുന്നുണ്ടോ അതിൻ്റോടൊപ്പം തന്നെ ഒരു 3-ൽ കൂടുതൽ സ്കില്ല് കൂടെ അവനിക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം എന്നാണ്. അതായത് ഒരു ജോലി പോവുകയാണെങ്കിലും അടുത്ത ഒരു ജോലിയിലേക്ക് ആ കുട്ടി പ്രാപ്തമാവണം എന്നുള്ളതാണ്. അത് നമുക്ക് ഏതൊരു കോഴ്സിന് എടുക്കുമ്പോൾ, ഇപ്പോൾ കൊമേഴ്സുമായിട്ടൊക്കെ പറയുമ്പോൾ കൊമേഴ്സിലെ ഒരു BCom എടുക്കുന്നു അല്ലെങ്കിൽ BBA എടുക്കുന്ന അതേ സമയത്ത് തന്നെ അതിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റുന്ന, അതോടൊപ്പം തന്നെ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട രീതിയിലുള്ള കുറേ ഷോർട്ട് ടേം കോഴ്സുകളുണ്ട്. ഇപ്പോൾ BCom പഠിക്കുന്ന ഒരാൾ ശരിക്കും നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒന്നാണ് ടാലി എന്ന് പറയുന്ന കോഴ്സ്. അതെന്തായാലും അതിൻ്റെ ഇപ്പോൾ BComൻ്റെ തന്നെ സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന BCom ഉണ്ട്. അതിലൊക്കെ നിർബന്ധമായിട്ട് പഠിക്കേണ്ട. അപ്പോൾ അത് ഓതറൈസ്ഡ് ആയിട്ട് പഠിച്ചിട്ട് ഓതറൈസ്ഡ് സർട്ടിഫിക്കറ്റ് ആക്കുക, അതൊരു ഓപ്ഷനാണ്. പിന്നെ അതേപോലെ ഒരുപാട് അതോറിറ്റികൾ നല്ല സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി വരുന്ന ഒരു കോഴ്സ് കൂടിയാണ് SAP, ഒരു ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ ഒരു അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസി കൂടിയാണ് SAP. അപ്പോൾ SAP പല രീതിയിൽ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓതറൈസ്ഡ് ആയിട്ടുണ്ട്, പിന്നെ ഓൺലൈനായിട്ട് പഠിക്കാനുണ്ട്, പല രീതിയിലുണ്ട്. അതിനനുസരിച്ച് അതിൻ്റെ ഫീസൊക്കെ മാറുന്നുണ്ട്. അത് വേറൊരു കാര്യം. ഇപ്പോൾ SAP പഠിക്കാം. ഇങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഒരു കുട്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ BComൻ്റെ ഒപ്പം തന്നെ പഠിക്കുന്ന സെയിം സബ്ജക്റ്റ് തന്നെ ഇവർക്ക് നല്ല സ്കിൽഫുൾ ആയിട്ട് മാറാനുള്ള ഓപ്ഷൻ ഇന്ന് അവൈലബിൾ ആണ്. അതോടെ കൂടെ നമ്മൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നൊരു മേഖല എന്ന് പറയുന്നത് സ്പോർട്സ് മേഖലയാണ്. സ്പോർട്സിൻ്റെ വ്യത്യസ്ത അവസരങ്ങളെക്കുറിച്ച് കുട്ടികൾ പറഞ്ഞു വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്കൂൾ തലങ്ങളിലൊക്കെ സ്പോർട്ടിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു, സംസ്ഥാന തലത്തിൽ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നു, അതിന് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. പിന്നീട് ചെറിയ കാരണങ്ങൾ കൊണ്ട് പരിക്കോ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് സ്പോർട്സിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം വരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികൾ പ്രയാസം പറയുന്ന കുട്ടികൾ സ്പോർട്സ് രംഗത്ത് കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള സർട്ടിഫിക്കേഷൻ ചെറിയ കാലം കൊണ്ട് നേടിക്കൊണ്ട് അവർക്ക് വലിയൊരു കരിയർ നിർമ്മിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കറിയാം, സായ് എന്ന് പറയുന്ന സ്പോർട്സ് അതോറിറ്റിയുടെ സ്ഥാപനത്തിൽ 6 ആഴ്ചകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് കോച്ചിങ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് വരാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ പരിക്കിൻ്റെ പിടിയിലായി ഭാവിയിൽ മുന്നോട്ടേക്ക് ആ ഒരു സ്പോർട്സുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാകുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നാഷണൽ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നാഷണൽ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പരിശോധിക്കുന്ന നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കബഡി, യോഗ, എയറോബിക്സ്, വോളിബോൾ തുടങ്ങിയിട്ടുള്ള സ്പെഷ്യൽ സ്പോർട്സുകളുടെയൊക്കെ കോച്ചിങ് മേഖലയിലേക്ക് പോകാനുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നമുക്ക് ഇതോടുകൂടെ കാണാൻ പറ്റുന്നുണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇന്ന് കുട്ടികൾ ഏറ്റവും രസിച്ചുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ് ശരിക്ക് മലകൾ കയറുക. വലിയ എവറസ്റ്റ് പോലെയുള്ള മലകൾ കയറിയിട്ട് അതൊരു വലിയൊരു സ്പോർട്സ് ആക്ടിവിറ്റിയാണ്, അതോടുകൂടി വലിയൊരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ചെയ്യുന്നത് ഒരു പ്രൊഫഷനാക്കി മാറ്റുകയും അതൊരു കരിയറാക്കി മാറ്റുകയും ചെയ്യുന്ന അവസരങ്ങളുണ്ട്. മൗണ്ടെയിനിങ്, അതുപോലെ തന്നെ ക്ലൈംബിങ്, ട്രെക്കിങ്, പാരാഗ്ലൈഡിങ്, സ്കൈ ഡൈവിങ് തുടങ്ങിയിട്ടുള്ള ഇങ്ങനെയുള്ള മേഖലകളിലുള്ള ഷോർട്ട് ടേം കോഴ്സുകൾ അത് എങ്ങനെ കയറണമെന്ന് തുടങ്ങിയിട്ട് പഠിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ അവൈലബിൾ ആണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇന്ത്യൻ മൗണ്ടെയിനിങ് ഫൗണ്ടേഷൻ നടത്തുന്ന കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ
തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് NIWS. ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരുപാട് ചെറിയ കോഴ്സുകളുണ്ട്. കയാക്കിങ്, അതുപോലെ തന്നെ വാട്ടർ സ്കീയിങ്. നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റും ഒരുപാട് കയാക്കിംഗ് സെൻ്ററുകൾ വരുന്നു. ഈ കയാക്കിംഗ് സെൻ്ററുകൾ തുടങ്ങാൻ ഒരു കാൻഡിഡേറ്റിന് ആവശ്യമുള്ളത് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ്, അതായത് ഒരു സംരംഭം തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റോട് കൂടെ തന്നെ NIWSൻ്റെ 6 മാസത്തെ കോഴ്സ് പഠിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് സ്വന്തമായിട്ട് സംരംഭം തുടങ്ങാൻ കഴിയുമെന്നുള്ളതാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് അഡ്വഞ്ചറസ് സ്പോർട്സുകൾ ആഗ്രഹിക്കുന്ന, സ്പോർട്സ് മേഖലയുടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് അറിയാം, നമ്മുടെ ഒരു കാലാവസ്ഥ സാഹചര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അപകടങ്ങൾ വരുന്ന സമയത്ത് അവിടെ നടത്തേണ്ട റെസ്ക്യൂയിങ് ഓപ്പറേഷനെ കുറിച്ച് ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതുപോലെ തന്നെ വൈറ്റ്നസ് തെറാപ്പി കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. നമ്മുടെ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് റിലാക്സ് ചെയ്യണം. ആ റിലാക്സേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തെ ബാധിക്കും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് എങ്ങനെ റിലാക്സേഷൻ കോഴ്സുകൾ ചെയ്യാം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നൽകുന്ന സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് സാധ്യമാണ്, നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് മെഡിക്കൽ രംഗത്തേക്ക് സ്പോർട്സ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വരുന്നൊരു മേഖലയാണ് ശരിക്കും മെഡിക്കൽ പാരാമെഡിക്കൽ മേഖല എന്ന് പറയുന്നത്. ആ രംഗത്തെ അവസരങ്ങളെ കുറിച്ചുകൂടി ഒന്ന് നവാസ് സാറ്. +2 സയൻസ് എടുത്ത വിദ്യാർത്ഥികൾക്ക് വേഗത്തിൽ ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരുപാട് വർഷങ്ങൾ ചെലവിട്ടുകൊണ്ട് പലപ്പോഴും പഠനം പാതി വഴിയിലൊക്കെ നിർത്തിവെക്കേണ്ട അവസ്ഥ, ഒരു ദുരവസ്ഥ പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. അത്തരം കുട്ടികൾക്ക് ലോകത്തെവിടെയും ജോലി ചെയ്യാവുന്ന തരത്തിലുള്ള വൊക്കേഷണൽ ട്രെയിനിങ് പാരാമെഡിക്കൽ മേഖലയിൽ സുലഭമായി ലഭ്യമായ ഒരു കാലത്താണ് നമ്മളുള്ളത്. എന്നാൽ പോലും വിവിധങ്ങളായ ഫേക്കുകൾ ഈ മേഖലയിൽ കടന്നുകൂടിയിട്ടുണ്ട്. SSLC തോറ്റവർക്കും പാരാമെഡിക്കൽ പഠിക്കാം എന്ന രൂപത്തിൽ ഒരു ക്വാളിറ്റിയും ഇല്ലാതെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെയൊക്കെ നാടുകളിൽ തഴച്ചു വളരുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരം മേഖലയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ വിദ്യാർത്ഥികൾ കൃത്യമായ ബോധത്തോടു കൂടിയായിരിക്കണം ആ പാരാമെഡിക്കൽ മേഖലയിലേക്ക് പോവേണ്ടത്. പ്രത്യേകിച്ച് SSLC മാത്രം യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഹോമിയോ മേഖലയിലെ CCP പോലെയുള്ള, ആയുർവേദ മേഖലയിൽ ആയുർവേദ തെറാപ്പി, നഴ്സിംഗ് പോലെയുള്ള കോഴ്സുകൾ, അതേപോലെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കെയർ ഗിവിംഗ്, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ നമ്മുടെ ഓർഫനേജുകളിൽ, അതേ ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ കെയർ ടേക്കറായിട്ട് ജോലി ചെയ്യാനൊക്കെ പ്രാപ്തമാവുന്ന രൂപത്തിലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ധാരാളമായി നടത്തുന്നുണ്ട്. അത്തരം മേഖലയിലേക്കാണ് വിദ്യാർത്ഥികളെ നമ്മൾ തിരിച്ചുവിടേണ്ടത്. ഇനി +2 സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 2 വർഷ ഡിപ്ലോമ എന്നുള്ള രൂപത്തിലും 4 വർഷ ഡിഗ്രി BSc രൂപത്തിലും ഇത്തരം പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്നുള്ള രൂപത്തിൽ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്നുള്ള രൂപത്തിലും പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കോഴ്സിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വാലിഡിറ്റി കൃത്യമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കണം ഈ പാരാമെഡിക്കൽ മേഖലയിലുള്ള കോഴ്സുകളിലേക്ക് പോവേണ്ടത് എന്നതാണ് വ്യക്തമായി അതിൻ്റെ ചുരുക്കമായി പറയാനുള്ളത്. ഇത്തരം ഏജൻസികൾ, ധാരാളം ഏജൻസികൾ ഓരോ മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്ന ഏജൻസികളുണ്ട്. കോഴ്സുകൾ തന്നെ ബ്യൂട്ടിഫൈ ചെയ്തുകൊണ്ട് കൊടുക്കുന്ന കോഴ്സുകളൊക്കെ ഉണ്ട്. നമ്മൾ അറിയേണ്ടത്, നമ്മൾ നഴ്സിംഗ് മേഖലയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന മേഖല ഏത് മേഖലയിലാണെന്ന് ഉറപ്പുവരുത്താൻ കഴിയുക. അത് മെഡിക്കൽ മേഖലയാവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു കൊമേഴ്സ് റിലേറ്റഡ് മേഖലയാവാം, ഒരു ഹ്യൂമാനിറ്റേറിയൻ റിലേറ്റഡ് മേഖലയാവാം, ഒരു കോർപ്പറേറ്റ് റിലേറ്റഡ് മേഖലയാവാം, ഒരു ലീഗൽ റിലേറ്റഡ് ഏതോ ഒരു മേഖലയിൽ വളരെ അടിസ്ഥാനപരമായി ഇന്നതാണ് ഇതിൻ്റെ മേഖല എന്നറിയുന്ന രീതി ഉണ്ടല്ലോ. അതറിഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ഇന്ന് അതിൻ്റെ ഒതൻറ്റിക് സൈറ്റുകൾ തന്നെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ധാരാളം ഫെസിലിറ്റികളുണ്ട്. ആ ഫെസിലിറ്റി വെച്ചുകൊണ്ട് അതിൻ്റെ ഓതറൈസ്ഡ് ഏജൻസി ഏതാണ് എന്ന് മനസ്സിലാക്കി ആ ഏജൻസി തന്നെ
തരുന്ന കോഴ്സുകളാണോ നമ്മൾ ചെയ്യുന്നതെന്ന് എൻഷുർ ചെയ്താൽ മതി. അത് എൻഷുർ ചെയ്യാതെ പെട്ടെന്ന് ധൃതി പിടിച്ചുകൊണ്ട് ഇന്ന് റിസൾട്ട് വന്നിരിക്കുന്നു, നാളെ കോഴ്സ് ജോയിൻ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ അവസരം നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആരോ നിർണ്ണയിക്കുന്ന അവരുടെ ഒരു മോണിറ്ററി ആസ്പെക്റ്റിൽ അവർ നിർണ്ണയിക്കുന്ന ഒരു ഡ്രാമയ്ക്ക് പുറത്ത് നമ്മൾ അതിലെ ഒരു 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 സാധാരണ ഒരു സ്ലേവിൻ്റെ ജോലി എടുക്കുന്ന അവസ്ഥ നമ്മളുടെ കരിയറിനെ കുറിച്ച് നമുക്ക് ഉണ്ടാവാതിരുന്നാൽ മതി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാ ഒരു സീറ്റാണ് ഇവിടെ ബാക്കിയുള്ളത്, ഈ സീറ്റ് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, ഇത് ഇത്ര പൈസ അടച്ചാൽ കിട്ടും എന്ന് പറയുന്ന കോഴ്സുകൾ നമ്മൾ അറിയേണ്ടത് വാല്യൂ ഉള്ള ഒരു കോഴ്സിനും ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന കുട്ടിയുടെ കയ്യും കാലും പിടിക്കേണ്ടി വരില്ല എന്ന ഒരു സാധ്യത കോഴ്സ് എന്ന അർത്ഥത്തിൽ നമുക്ക് തിരിച്ചറിവുണ്ടായിരിക്കണം. ഞാൻ ഈ പറഞ്ഞത് എന്തിനാ ചോദിച്ചാൽ നമുക്ക് രണ്ട് കാര്യം അറിയണം. നമുക്ക് നല്ല കോഴ്സുകൾ നൽകുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും, ആ സ്ഥാപനങ്ങളെ നമുക്ക് അറിയേണ്ടതുണ്ട്. അറിയാൻ വേണ്ടി ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് വരുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവും. ആ സ്ഥാപനങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ആ സ്ഥാപനം കൊടുക്കുന്നത് ക്വാളിറ്റി എൻഷുർ ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ കോഴ്സ് കൊടുക്കുന്നുണ്ട്, ഓക്കെ, ഈ കോഴ്സ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ കോഴ്സ് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് ഇത് അറിയാതെ ഈ കോഴ്സ് ഉണ്ട് എന്ന് അറിയാതെ നിങ്ങൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പാടില്ല. വേറെ എവിടെയോ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വരണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്ന ബോധ്യത്തിലാണ് എല്ലാ ക്യാമ്പസുകളും ഡിസ്പ്ലേക്ക് വരിക. ആ ഡിസ്പ്ലേക്ക് വരുന്ന ക്യാമ്പസുകൾ എന്നതിനേക്കാൾ കോൾ ചെയ്യുന്ന ക്യാമ്പസുകൾ ഉണ്ടായിരിക്കും. നമുക്ക് കോൾ ചെയ്ത് നമ്മളെ നമ്പർ എവിടുന്നോ എടുത്തുകൊണ്ട് കോൾ ചെയ്യുന്ന ക്യാമ്പസ്, ആ ക്യാമ്പസ് കാണുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഇത് പ്രവർത്തിക്കുന്ന മേഖലയിൽ വാലിഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ക്യാമ്പസ് ആണോ എന്ന് എൻഷുർ ചെയ്യുക. ഇത് നമുക്ക് എന്തായാലും നമ്മൾ ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കോഴ്സ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ പ്രയാസപ്പെടും. ഇതാണ് അതിലുണ്ടാവേണ്ട ഒരു തിരിച്ചറിവ്. അടുത്തൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അഗ്രികൾച്ചറൽ മേഖലകൾ. അഗ്രികൾച്ചറൽ മേഖലകളിൽ ധാരാളം കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഏറ്റവും നന്നായി അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആയിരിക്കുന്ന കോഴ്സുകളിലേക്ക് ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ കാര്യം? അഗ്രികൾച്ചർ നേരത്തെ ഒരു ഹൊറിസോണ്ടൽ ഗ്രോത്തിലായിരുന്നു അഗ്രികൾച്ചർ ഗ്രോത്ത് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ വെർട്ടിക്കൽ ഗ്രോത്തിലേക്ക് മാറിയിരിക്കുന്നു. നിലകളായി ഇപ്പോൾ നമ്മൾ കാണുന്നത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൃഷിത്തോട്ടം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തട്ടായി അഗ്രികൾച്ചറൽ ഗ്രോത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അഗ്രികൾച്ചറൽ മേഖലയിലെ സർവീസ് നമുക്ക് നമ്മുടേതാക്കി എടുക്കാൻ പറ്റും. ഇനി പറഞ്ഞത് ആ അർത്ഥത്തിൽ നമ്മൾ ഏത് കോഴ്സ് എടുക്കുമ്പോഴും ബേജാറായി പെട്ടെന്ന് എടുക്കുന്നതിന് പകരം എന്താണ് ഈ കോഴ്സിൻ്റെ അവസ്ഥ, ആരാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ കോഴ്സിൽ എനിക്ക് എന്ത് മാറ്റാണ് ഉണ്ടാവുക, ആ മാറ്റം എന്നെ എങ്ങനെയാണ് എത്തിക്കുക. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ട്, ഇന്ത്യയിലെ കേരളത്തിലെ നമുക്ക് അങ്ങനെ എടുക്കാം. കേരളത്തിലെ ഹെൽത്ത് സയൻസ് എന്ന് പറയുന്നതും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. അത് നമുക്ക് എപ്പോഴും ബോധ്യം ഉണ്ടാവണം. ഇന്ന് കേരളത്തിൽ സാധാ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സർവീസ് ഇന്ത്യയിൽ വേറെ എവിടെയെന്നോ ലോകത്ത് വേറെ എവിടെന്നോ കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ മുടക്കുന്ന ക്യാഷിൻ്റെ 5 ഇരട്ടി ക്യാഷ് കൂടുതൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ബാക്കിയുള്ള ഇടങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ നല്ല ക്വാളിറ്റിയുള്ള സർവീസ് കേരളത്തിൽ കിട്ടുന്നുണ്ട്. റെഡിയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അത് പ്രൈവറ്റ് മേഖല തന്നോട്ടെ, അത് ഗവൺമെൻറ് മേഖല തന്നോട്ടെ, നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാൻഡേർഡ് മാറ്റിത്തരാൻ ഈ കോഴ്സിന് കഴിയുമോ എന്ന് എൻഷുർ ചെയ്യണം. ക്ലിയർ ആയി എന്നാണ് വിചാരിക്കുന്നത്. യെസ്. ഇനി ഇതിൻ്റെ അടുത്തൊരു സ്റ്റേജിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇത് അഗ്രികൾച്ചറൽ മേഖല മാത്രമല്ല, ധാരാളം പെട്ടെന്ന് കോഴ്സ് കൊടുക്കുന്ന ഏജൻസികളുണ്ട്. ഞാനൊരു ഏജൻസിയെ പെട്ടെന്ന് പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ധാരണ ഉണ്ടാവും. അതിലൊരു ഏജൻസിയുടെ പേര് BSS എന്നാണ്. BSS കൊടുക്കാത്ത കോഴ്സില്ല. BSS എല്ലാ കോഴ്സും കൊടുക്കുന്നുണ്ട്. BSSൻ്റെ കോഴ്സുകളുടെ സ്പെഷ്യാലിറ്റി എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. IIT മദ്രാസ് ഡാറ്റ സയൻസിൽ ഡിഗ്രി കൊടുത്താൽ പിറ്റേ ദിവസം BSS ഡാറ്റ സയൻസിൽ ചിലപ്പോൾ ഡിഗ്രിയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സോ ഡിപ്ലോമ കോഴ്സോ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇതുവരെയും
BSSന് കേരളത്തിൽ ഔദ്യോഗികമായി ഒരു അംഗീകാരം കൊടുത്തിട്ടില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ BSS പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളുടെ ഒരു കൂട്ടം നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ തിരിച്ചറിവുണ്ടാവേണ്ടത്. സോ ഏജൻസി ഏത് എന്ന് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവുക എന്നതാണ് പ്രധാനം. നമ്മൾ ഈ മെഡിക്കൽ കോഴ്സുകൾ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു മേഖലയാണ് ശരിക്കും ബിവോ കോഴ്സുകൾ എന്ന് പറയുന്ന മേഖല എന്ന് പറയുന്നത്. ബിവോ കോഴ്സുകളുടെ മേഖലയെക്കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻസ് ഇപ്പോഴും സമൂഹത്തിനിടയിലുണ്ട്. അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യുമോ? സാധാരണഗതിയിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ, അതായത് നഴ്സിംഗ്, ഫാർമസി, ഫിസിയോതെറാപ്പി, ഇത്തരം കോഴ്സുകൾ നമ്മൾ എടുക്കുമ്പോൾ ഓരോന്നിനും അതിൻ്റേതായ കൗൺസിലുകൾ നിലവിലുണ്ട്. ഇപ്പം നഴ്സിംഗ് ആണെങ്കിൽ നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ, നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ്ഡ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ കോളേജുകളിലും നമുക്ക് നഴ്സിംഗ് പഠിക്കാം. അതാണ് അതിൻ്റെ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു നിയമം. അതേപോലെ ഫാർമസി നമ്മൾ പഠിക്കുമ്പോൾ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റെക്കഗ്നേഷൻ ഉള്ള സ്ഥാപനത്തിലാണ് നമ്മൾ ഫാർമസി പഠിക്കേണ്ടത്. ഇനി നമ്മൾ ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, അങ്ങനെയുള്ള റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്യേണ്ട കോഴ്സുകളാണെങ്കിൽ അത്തരം കോഴ്സുകൾക്ക് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. നിങ്ങൾ പറഞ്ഞ വിവോ കോഴ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത്തരത്തിലുള്ള കൗൺസിലുകളുടെ രജിസ്ട്രേഷനോട് കൂടിയാണോ നമ്മളത് നടത്തുന്നത് എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അത്തരം കോഴ്സുകൾക്ക് ഈ വക കൗൺസിലുകളുടെ റെക്കഗ്നേഷൻ ഇല്ല എന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൗൺസിലുകളുടെ റെക്കഗ്നേഷൻ ഇല്ലാതെ നടത്തുമ്പോൾ ഫ്യൂച്ചറിൽ ആ കോഴ്സുകൾ പഠിച്ച വിദ്യാർത്ഥികൾക്ക് തൊഴിൽ മേഖലയിൽ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കൗൺസിൽ രജിസ്ട്രേഷനുകളുടെ അംഗീകാരത്തോടു കൂടിയുള്ള കോഴ്സുകൾ എടുക്കാൻ വേണ്ടിയാണ് പ്രത്യേകമായ നമ്മൾ ഉദ്യോഗാർത്ഥികൾ ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യാൻ അനുമതി കൊടുത്തിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. നേരത്തെ സാറ് BSSനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ TSSR തുടങ്ങിയിട്ടുള്ള ഇങ്ങനെയുള്ള വ്യത്യസ്തമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവരൊക്കെ അതാത് സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുള്ള, ആ സംസ്ഥാനത്ത് മാത്രം വ്യത്യസ്ത കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അനുമതി നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളായിരിക്കും. ഈ സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കേരളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഏജൻസികൾ അവരുടെ സർട്ടിഫിക്കേഷൻ നൽകുന്നത് നമ്മൾ കണ്ടുവരാറുണ്ട്. ഈ സർട്ടിഫിക്കേഷനുകൾക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അതിന് കൃത്യമായിട്ടുള്ള വാലിഡേഷൻ നൽകാത്തത് കൊണ്ട്, സർട്ടിഫിക്കേഷൻസിന് കൃത്യമായിട്ടുള്ള അംഗീകാരം നൽകാത്തത് കൊണ്ട് ആ സർട്ടിഫിക്കേഷൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും അംഗീകരിക്കപ്പെടാതെ പോകുമെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായി ബോധ്യത്തോടു കൂടി അംഗീകാരം ഉള്ളതാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മൾട്ടിമീഡിയ പോലെയുള്ള രംഗങ്ങളിലുള്ള ഒരുപാട് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ അവൈലബിൾ ആണല്ലോ. അതിനെക്കുറിച്ച് ഉബൈദ് സാർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. മൾട്ടിമീഡിയയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്പോഴത്തെ പുതിയ ജനറേഷനിൽ എല്ലാവരും നല്ലോണം ഫോണൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും താല്പര്യമുള്ളൊരു ഏരിയയാണ് മൾട്ടിമീഡിയ എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നോർമൽ കൺവെൻഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ ഡിഗ്രി എന്നുള്ള രീതിയിൽ തന്നെ ഇന്ന് മൾട്ടിമീഡിയ കോഴ്സുകൾ അവൈലബിൾ ആണ്. BMMC പോലത്തെ അല്ലെങ്കിൽ BVA വിഷ്വൽ ആർട്സ് പോലത്തെ കോഴ്സുകൾ ഇന്ന് പല യൂണിവേഴ്സിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെയിം ടൈം നമ്മളിപ്പോൾ ഷോർട്ട് ടേം പെട്ടെന്ന് എത്തുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ പിന്നെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയുള്ള ഒന്ന് തന്നെയാണ് ഈ മൾട്ടിമീഡിയ. അല്ലെങ്കിൽ പിന്നെ മൾട്ടിമീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ പറയുമ്പോൾ ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ് എല്ലാം നല്ല ചാൻസ് ഉള്ളതാണ്. കാരണം നമ്മളിപ്പോൾ ഏതൊരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും പദ്ധതികൾ ആവിഷ്കരിക്കുന്ന സമയത്തും എല്ലാം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ രൂപേണയാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ പിന്നെ നല്ല ഡിമാൻഡുള്ളൊരു സെക്ടർ കൂടിയാണ് ഡിജിറ്റൽ
ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ അടിസ്ഥാനമായിട്ട് ഇവർക്ക് വേണ്ട ചില പിന്നെ സ്കില്ലുകളിൽ പെട്ട ഒന്നാണ് നല്ല എഡിറ്റിംഗ് അറിയാന്നുള്ളത്. അത് വീഡിയോ എഡിറ്റിംഗ് ആവാം, അതേപോലെ പിന്നെ ഫോട്ടോ എഡിറ്റിംഗ് ആവാം, അതേപോലെ ഗ്രാഫിക് ഡിസൈനിങ് ആവാം. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഷോർട്ട് ടേം കോഴ്സുകൾ ഇന്ന് നല്ല ഓതറൈസ്ഡ് സർട്ടിഫിക്കറ്റ്, അതായത് കെൽട്രോൺ പോലത്തെ ഏജൻസികളൊക്കെ വെരി ഷോർട്ട് ടേം ആയിട്ടുള്ള കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇത് ഏത് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ആളാണ്, ഏത് കോഴ്സ് പഠിക്കുന്ന ഒരാൾക്കും ഇതേപോലത്തെ കോഴ്സുകൾ ഇന്ന് പഠിക്കുന്നത് എന്തുകൊണ്ടും നന്നാവും. ഇവിടെ നോക്കേ, ഒരു കാര്യം കൂടി ചേർത്ത് വെക്കണം തോന്നുന്നു. ഈ ഒരു ഡിസ്കഷൻ ആകത്തുക ലക്ഷ്യം വെക്കുന്നത് നമ്മൾ എടുക്കുന്ന കോഴ്സ് ഏതാണെങ്കിലും ആ കോഴ്സ് വാലിഡ് സർട്ടിഫൈഡ് ഏജൻസി തരുന്നതാണോ എന്ന് എൻഷുർ ചെയ്യണം എന്നതാണ്. എന്തിനാണ് അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ, എല്ലാ ഏജൻസി ധാരാളം കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത് അംഗീകാരം ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്താതെ തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഉറപ്പ് വരുത്തിയിട്ട് അതങ്ങ് തീരുമാനമാക്കാതെ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാലേ ഇപ്പോൾ ഒരു ദഅവ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓൺലൈൻ സിസ്റ്റം എന്ന് പറയുന്നത് കുറേ കൂടി ക്രിയേറ്റീവ് ആവുകയാണ് ചെയ്യുക, കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് ചെയ്യുക. സ്വയം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും. ഇൻഫ്ലിപ്പ് നെറ്റിൻ്റെ കീഴിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യയിലെ വ്യത്യസ്ത ക്യാമ്പസുകൾ. ഏതൊക്കെയാ ക്യാമ്പസ്? അത് IIM-കളാണ്, അതുപോലെ IIT-കളാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല ലീഡിംഗ് ക്യാമ്പസുകൾ. അവിടുത്തെ പ്രൊഫസേഴ്സിൻ്റെ റെക്കോർഡഡ് വീഡിയോകൾ കൊടുത്തുകൊണ്ട് നമുക്ക് കേട്ടുകൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കൊറോണ കാലത്ത് 50 കോഴ്സും 100 കോഴ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത മനുഷ്യന്മാരെ നമ്മൾ കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് മാച്ച് ആവുന്ന കുറേയേറെ കോഴ്സുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത്തരം പ്രൊവൈഡേഴ്സ് ഇവിടെ ഉണ്ട്. ആ പ്രൊവൈഡേഴ്സിനെ മനസ്സിലാക്കി നല്ല കോഴ്സുകൾ എടുക്കാൻ പറ്റും. IIT മദ്രാസ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? BSc ഡാറ്റ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ BSc ഡാറ്റ സയൻസ് ഓൺലൈനായിട്ടാണ് ചെയ്യണേ. വാല്യൂ IIT മദ്രാസിൽ റെഗുലർ എടുക്കുന്ന അതേ വാല്യൂ തന്നെ. എന്തുകൊണ്ടാണ്? അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്നത്തെ ദിവസം നമുക്കൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അടുത്ത അസൈൻമെൻറ്റ് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറയും. അത് കൃത്യമായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിൽ വീഴ്ച വരുത്താൻ പറ്റില്ല. റെഗുലറായി പോകുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ അധ്യാപകനെ കൺവിൻസ് ചെയ്തുകൊണ്ട് അടുത്ത ദിവസം സമർപ്പിക്കാൻ ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ഓൺലൈൻ കോഴ്സ് എടുക്കുന്നയാൾക്ക് അതിന് കഴിയില്ല. അയാൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ അയാൾക്ക് പൂർത്തീകരിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇത്തരം കോഴ്സുകൾ അവൈലബിൾ ആണ്. നമുക്കിത് ചെയ്യാനും പറ്റും. നമ്മുടെ ഗ്രാജുവേഷൻ്റെ കൂടെ നമുക്കിതൊക്കെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റും. ശരിക്ക് ഇന്റർ ഡിസിപ്ലിനറി എന്ന അർത്ഥത്തിൽ ഇപ്പോൾ കുറേയേറെ കോഴ്സുകൾ അവൈലബിൾ ആകുമ്പോൾ ആ കോഴ്സുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാണ് ചെയ്യുക. നമ്മളെ വ്യത്യസ്ത ഫേമുകളിലേക്ക് നമുക്ക് വർക്കിംഗ് സ്പേസ് കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ദഅവ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, വർക്കിംഗ് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നമുക്ക് നമ്മുടെ ക്വാളിറ്റി ഇങ്ങനെ നിരന്തരം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയും നമ്മുടെ കരിയറിൽ അടിപൊളി മൈൽ സ്റ്റോണുകൾ നിർമ്മിച്ചെടുക്കാൻ പറ്റുകയും അതിന് പറ്റുന്ന കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ആ കോഴ്സുകൾ എടുക്കുകയും ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത് ഒറ്റ കാര്യം മാത്രം, നമുക്ക് ഈ കോഴ്സ് വാലിഡ് ആണോ എന്ന് എൻഷുർ ചെയ്യുന്നതിൽ വീഴ്ച പറ്റിക്കൂടാ. ദഅവ കോളേജുകൾ പറയുമ്പോൾ അതിൽ ആഡ് ചെയ്യപ്പെടേണ്ട 2 കേരള ഗവൺമെൻറ് സംവിധാനങ്ങൾ കൂടി ഉണ്ട് എന്ന് തോന്നുന്നു. അതായത് ദഅവ മേഖല പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും ആശങ്കയുടെ ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്കൊക്കെ പോകണം. എന്നാൽ അതിന് വലിയ അവസരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോഡിയാണ് ശരി KGC എന്ന് പറയുന്നത്. KGCയുടെ 2 വർഷം കൊണ്ട് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് അവർക്ക് കടന്നു ചെല്ലാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് ടെക്നിക്കൽ എക്സാമിനേഷൻ KGTയുടെ കോഴ്സുകൾ, ടൈപ്പ് റൈറ്റിംഗ് നമുക്ക് നന്നായിട്ട് അറിയാം, അറബി അറിയാം, ഇംഗ്ലീഷ് അറിയാം, മലയാളമൊക്കെ ടൈപ്പ് റൈറ്റിംഗ് നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. പക്ഷെ അവരെ സംബന്ധിച്ചുള്ള അവർക്കൊരു സർട്ടിഫിക്കേഷൻ ഉണ്ടാവില്ല. സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത കാരണത്തിൽ അവർക്ക് പല ജോബിലേക്ക് എത്തിപ്പെടാൻ പ്രയാസമുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം KGTയുടെ എക്സാമിനേഷൻസ് മാത്രം എഴുതി കഴിഞ്ഞാൽ, ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് വേർഡ് പ്രോസസ്സിംഗ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ മാത്രം അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് നേടിക്കൊണ്ട് നല്ല ഉന്നത ജോലികളിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളത്. തുന്നൽ ടീച്ചർ കൂടി അതിലേക്ക് ആഡ്
ആഡ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. തുന്നൽ ടീച്ചർ, അതുപോലെ അതെ, തുന്നൽ ടീച്ചർ, ആർട്ട് ടീച്ചർ, ഡ്രോയിങ് ടീച്ചർ, KGTയുടെ 2 വർഷത്തെ കോഴ്സുകളാണ്. ഡ്രോയിങ് ടീച്ചർ, അതുപോലത്തെ തുന്നൽ ടീച്ചർ, പെട്ടെന്ന് ഗവൺമെന്റ് സർവീസിലേക്ക് വരെ എത്താൻ കഴിയുന്ന കോഴ്സുകളാണ്. ഈ PSCയുടെ സൈറ്റ്, തുളസി സൈറ്റ് എടുത്ത് നോക്കുന്ന ആളുകൾക്കറിയാം, കുറേ സാധനത്തിന് SSLC പ്ലസ് ചെറിയൊരു യോഗ്യത കൂടി വെക്കും. എന്നിട്ടോ നമ്മൾ അപ്ലൈ ചെയ്യും, ഇൻഎലിജിബിൾ. എന്താ കാര്യം? ഒറ്റ സർട്ടിഫിക്കറ്റ് ഉണ്ടാവേണ്ടി വരുള്ളൂ. ആ സർട്ടിഫിക്കറ്റ് എടുത്താൽ എത്രയോ പോസ്റ്റുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതാണ് നേരത്തെ KGT മെൻഷൻ ചെയ്തത്. KGT കൊടുക്കുന്ന, അതുപോലെ KGC കൊടുക്കുന്ന ചെറിയ ചെറിയ സർട്ടിഫിക്കറ്റുകളുണ്ട്. കെൽട്രോൺ കൊടുക്കുന്നത്, അതുപോലെ അത്തരം ഏജൻസികൾ റുട്രോണിക്സ് കൊടുക്കുന്നത് ഒക്കെയുള്ള കോഴ്സുകളുണ്ട്. അത്തരം കോഴ്സുകളൊക്കെ വാലിഡ് ആണ്. ആ കോഴ്സുകൾ നമുക്ക് എടുത്തുകൊണ്ട് നമ്മൾക്ക് ഇത്തരം എക്സാമുകളിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുമെന്നതുകൂടി അതൊരു വലിയ സാധ്യതയാണ് എന്നാണ് ഞാൻ കൂട്ടിച്ചേർത്തത്. സോറി. ഇനി ലൈബ്രറി എന്താ സാർ നിങ്ങൾ സംസാരിച്ചു? അതേപോലെ ഇതിൻ്റെ കൂടെ പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വെരി ഷോർട്ട് ടേം വാല്യുബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് കൂടിയാണ് DCA, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട്, അതായത് ഇപ്പോൾ പല ക്ലറിക്കൽ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന, നമുക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട ഒരു കോഴ്സ് കൂടിയാണ് DCA. അത് ഇപ്പോൾ +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പിന്നെ IT ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കൈറ്റ്സ് എന്നെല്ലാം പറയുന്ന ക്ലബ്ബുണ്ട്. ഈ ക്ലബിന്റെ കീഴിൽ സ്കോൾ കേരളന്റെ കീഴിൽ PSC അംഗീകാരത്തോടു കൂടെ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് പുറമെ എല്ലാ രീതിയിലും പഠിക്കാം, പല ഏജൻസികളും പല രീതിയിൽ അത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ സെയിം സാധനം 8, 9, 10 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതേപോലെ +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ സ്കൂളിൽ വെച്ച് തന്നെ ചെറിയ ഫീസിന് 4000, 5000 രൂപക്ക് ഈ ഒരു കോഴ്സ് പിന്നെ നല്ല പ്രാക്ടിക്കൽ എക്സ്പ്ലോഷറോട് കൂടെ തന്നെ ഇന്ന് കിട്ടുന്നുണ്ട്. ഇതൊക്കെ കുട്ടികൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതായത് ഒരു +2 കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരു ഒഫീഷ്യൽ ആവശ്യമായ രീതിയിൽ ആ കുട്ടി പ്രാപ്തമാവുന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത. ഈ ഹിന്ദിയുടെ കോഴ്സുകളുണ്ട്, ഹിന്ദി വിശാരത്തിൻ്റെ കോഴ്സ്, പ്രവീൺ കോഴ്സുകൾ പോലെയുള്ള കോഴ്സുകളൊക്കെ ഈ അർത്ഥത്തിൽ നമുക്ക് ആഡ് ചെയ്ത് വരയ്ക്കാൻ പറ്റുന്നതാണ്. ലൈബ്രറി സയൻസ് എനി ഡിഗ്രിയുള്ള ആളുകൾക്ക് അതിൻ്റെ കോഡ് എന്ത് ചെയ്യാൻ പറ്റും? 1 വർഷം കൊണ്ട് ലൈബ്രറി സയൻസിൽ ഡിഗ്രി കിട്ടും, അടുത്ത വർഷം കൊണ്ട് PG കിട്ടും. സാധാരണ PG ചെയ്യുന്ന സമയത്ത് 2 ഡിഗ്രിയും 1 PG കിട്ടുന്ന സാധ്യത എനി ഡിഗ്രിയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ നമുക്ക് കാണാൻ പറ്റും. FCIയുടെ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കോഴ്സുകളുണ്ട്, കെൽട്രോണിൻ്റെ കോഴ്സുകളുണ്ട്, അതുപോലെ നീലിറ്റിൻ്റെ കോഴ്സുണ്ട്, സീഡിറ്റിൻ്റെ കോഴ്സുകളുണ്ട്. സർട്ടിഫിക്കറ്റ് കോഴ്സുകളെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് ഇനിയും കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു പോകാനുണ്ടാവും. എനിക്ക് തോന്നുന്നു ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അറിയേണ്ട സംശയങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേണുകൾ ഉണ്ടെങ്കിൽ അതും കൂടി ചോദിച്ച് അതിനുള്ള മറുപടിയും കൂടി പറഞ്ഞ് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നു. നമ്മൾ ഈ കുട്ടികളൊക്കെ വന്നിട്ട് +2 കഴിഞ്ഞ് ഡിഗ്രി ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കുറേ ഇവിടെ തന്നെ ഉള്ള കുട്ടികൾക്ക് പറയുന്നത് കേട്ടു. ലൈക്ക് +2 കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്തിട്ട് പെട്ടെന്ന് ജോലിയിലേക്ക് കയറണമെന്ന് അവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ പലപ്പോഴും ആളുകൾ പറയുന്നത് നിങ്ങളൊരു ഡിഗ്രി ചെയ്ത് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്കൊരു ധാരണ വരും, എന്നിട്ട് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള ഒരു സ്പെസിഫൈഡ് കോഴ്സിലേക്ക് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വേസ്റ്റ് ഓഫ് ടൈമാണ്, പിന്നീട് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ട്രാക്ക് മാറ്റാൻ വീണ്ടും നിങ്ങളൊരു ഡിഗ്രി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിലെന്താണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്? ഒരു ഡിഗ്രി ചെയ്തിട്ട് സ്പെസിഫിക് ഷോർട്ട് കോഴ്സ് എടുക്കലാണോ നല്ലത്, അല്ല ഷോർട്ട് കോഴ്സ് എടുത്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകലാണോ? ഇതിലൊരു റിസ്ക് ആൻഡ് ബെനിഫിറ്റ് ഉണ്ട്. ഇതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കമൻറ്റ് കൂടെ ഉണ്ട്, അതും കൂടെ ചേർക്കാം. ഡിഗ്രി പഠിച്ചിട്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല എന്ന് പറയുന്നതും കൂടെ ഉണ്ട്, അതും കൂടെ ചേർക്കണം, അപ്പോൾ പൂർണ്ണമാവുള്ളൂ. അപ്പം അതിന് മറുപടി എന്ന് പറയുന്നത് പിന്നെ അതിലാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചർച്ചേൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. ഇന്ന് എല്ലാ അതായത് കേരളത്തിൻ്റെ പുറത്തേക്കൊക്കെ പോകും. കേരളത്തിൽ ഈ പ്രാവശ്യമാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് പെർമിഷൻ കിട്ടിയിട്ടുള്ളത്. അതേ സ്ഥാനത്ത് കേരളത്തിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം നോർമൽ ഡിഗ്രിക്ക് പുറമെ ഒരുപാട് ഈ പറഞ്ഞതുപോലെയുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ പല സ്പെഷ്യലൈസേഷൻ പുതുതായിട്ട് കൊടുക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ ആ കുട്ടി
കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, പിന്നെ ഡിഗ്രി എടുത്താൽ എന്ത് ചെയ്യൂല, ഒരു കാരണവശാൽ ഈ പറഞ്ഞതുപോലെ ഒന്നിൽ കൂടുതൽ സ്കിൽ അവർക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ലെവലിൽ ചെയ്യുക. അതേപോലെ നേരത്തെ റഫീഖ് സാർ പറഞ്ഞൊരു സാധനം കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. ഇപ്പോഴത്തെ ഈ ഒരു 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം ഉണ്ടല്ലോ, അത് പൂർണ്ണമാവണമെങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കോഴ്സുകൾ ഓൺലൈനായിട്ടും മറ്റുമൊക്കെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, മാക്സിമം ഓവർകം ചെയ്യപ്പെടും എന്നുള്ളതാണ്. എന്താ പറഞ്ഞത് എനിക്ക് ഞാൻ ഒരു BSMLT ഗ്രാജുവേറ്റഡ് പേഴ്സണാണ്. ഈ സെക്ഷനെ കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഒരു BSMLT പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് പിന്നെ പഠിക്കാൻ പറ്റിയ ഷോർട്ട് ടൈം കോഴ്സസിനെ പറ്റി അറിയോ? പാരാമെഡിക്കലിന് കീഴിൽ BSMLT മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. അതായത് BSMLT പഠിച്ച ഒരാൾ എപ്പോഴും ഇങ്ങനെ ലാബിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് പോകുന്നുള്ളത് മാത്രമാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ക്വാളിറ്റി ഓഫീസറായിട്ട് ഇൻസ്പെക്ഷൻ അങ്ങനെ ലെവലിൽ പോകുന്നത് കണ്ടിട്ടുണ്ട്, ക്വാളിറ്റി കൺട്രോൾ ഓഫീസറൊക്കെ ആയിട്ട്. അതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾ കോളേജിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി ഐഡിയ ഉണ്ടോ എന്ന് അറിയാനാണ്. BSc MLT കഴിഞ്ഞ ഗ്രാജുവേറ്റ് ആണല്ലേ? ഓക്കെ. അപ്പോൾ MSc ലെവലിൽ MSc മൈക്രോബയോളജി, MSc പാത്തോളജി, അതേപോലെ MSc ക്ലിനിക്കൽ സൈക്കോളജി ഒക്കെ പോലെയുള്ള മേഖലയിൽ, അതേപോലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പോലെയുള്ള സ്ഥാപനങ്ങളിൽ റിസർച്ച് അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ ഒരു ബേസിക് ഗ്രാജുവേഷൻ എന്നുള്ള നിലയിൽ BSc MLT പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ആ രൂപത്തിൽ കുറച്ചുകൂടി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടും ഹയർ ലെവൽ ലാബുകളിലെ അനലിസ്റ്റ്, ക്വാളിറ്റി ചെക്കിംഗ് എന്നൊക്കെ തരത്തിലുള്ള മേഖലയിൽ നിങ്ങൾക്ക് ഉയർന്ന് MSc ലെവലിൽ പഠിച്ച് ആ മേഖലയിലൊക്കെ ഉയർന്ന കരിയറുകളിലേക്ക് പോകാവുന്നതാണ്. വിട്ടുപോയ MSc ബയോകെമിസ്ട്രിയിലേക്കും പോവാം. ഇനി എന്തെങ്കിലും സെഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ഇതുവരെ നടന്ന സെഷനിൽ നിന്ന് വ്യത്യസ്തമായി ഈ സെഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സെഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്റ്റേജിലിരിക്കുന്ന 4 പേരും വെഫിയുടെ തന്നെ കരിയർ കൗൺസിലർമാരാണ് എന്നുള്ളതാണ്. വെഫിയുടെ കരിയർ കൗൺസിലേഴ്സിൻ്റെ ബാച്ച് 1 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ സ്റ്റേജിലിരിക്കുന്ന 4 പേരും എന്നുള്ളതാണ്. ഈ സെഷൻ അവസാനിക്കുന്നതോടുകൂടി നമ്മുടെ വെഫിയുടെ തന്നെ ബാച്ച് 4ാമത്തെ കരിയർ കൗൺസിലേഴ്സിൻ്റെ ഗ്രാജുവേഷൻ സെറിമണി കൂടി നടക്കുകയാണ്. അതോടുകൂടി തന്നെ നമ്മൾ വെഫി ലക്ഷ്യം വെക്കുന്ന ഒരുപാട് ആളുകളിലേക്ക്, സമൂഹത്തിൽ ഒരുപാട് വ്യക്തികളിലേക്ക് കരിയറുമായി ബന്ധപ്പെട്ട, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാടിന് സമർപ്പിക്കാൻ ഇരിക്കുകയാണ്. ഈ സെഷൻ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.